മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് സിപിഐ ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടരും. കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം കെ നാരായണയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. പ്രായപരിധിയിൽ ഒരാൾക്ക് ഇളവ് നൽകാൻ തീരുമാനമായെന്ന് ബിനോയ് വിശ്വവും പ്രതികരിച്ചു. അതിനിടെ ദേശീയ കൌൺസിലിലേക്ക് കേരളത്തിൽ നിന്ന് പുതിയതായി 2 പേരെ തെരഞ്ഞെടുത്തു. TJ ആഞ്ചലോസ്, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, ഡി രാജ തന്നെ തുടരുമെന്നതിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനമായോ? ദിവ്യ, ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. യോഗങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം അതിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെയായിരുന്നു ദേശീയ നിർവാഹക സമിതി യോഗം ചേർന്നത്. മണിക്കൂറുകൾ നീണ്ട യോഗമായിരുന്നു ഇന്നലെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ നടന്നത്. ആ യോഗത്തിലായിരുന്നു ഡി രാജയെ തന്നെ ജനറൽ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കാനുണ്ടായ ഒരു തീരുമാനം ആ യോഗത്തിലാണ് ഉണ്ടായത്. പ്രധാനമായും 75 വയസ്സ് പ്രായപരിധി എന്നുള്ളത് പാർട്ടി കർശനമായി നടപ്പാക്കണമെന്ന് കേരള ഘടകം ഉൾപ്പെടെ നിരന്തരം ആവശ്യപ്പെടുകയുണ്ടായി. അതുകൊണ്ട് അതിലൊരു വിശദമായിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ ഡി രാജ മാറുകയാണെങ്കിൽ പകരം ആര് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിന് അമർജിത് കൗറിന്റെ പേരായിരുന്നു നിരന്തരമായി കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ അമർജിത് കൗർ ആ സ്ഥാനം ഏറ്റെടുക്കാൻ ഒരു താല്പര്യം പ്രകടിപ്പിച്ചില്ല. ഇതിനെ തുടർന്നാണ് വീണ്ടും ചർച്ചകൾ ഡി രാജയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഡി രാജയാണെങ്കിൽ ഈ പദവിയിൽ നിന്നും മാറാനായിട്ടുള്ള ഒരു സന്നദ്ധത അറിയിച്ചതുമില്ല. അതുകൊണ്ട് തന്നെ ഡി രാജയിലേക്ക് തന്നെ വീണ്ടും ചർച്ചകൾ എത്തുകയുമായിരുന്നു. എന്നാൽ ഡി രാജയെ മാറ്റണം, പ്രത്യേകിച്ച് ഈ പ്രായപരിധി നടപ്പാക്കണം, കർശനമായി നടപ്പാക്കണമെന്നായിരുന്നു കേരള ഘടകം ഉൾപ്പെടെ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് അതിൽ വിശദമായിട്ടുള്ളൊരു ചർച്ചകൾ നടന്നു. അതിനിടയിൽ ഡി രാജ വളരെയധികം വികാരാധീനായിട്ടായിരുന്നു ആ വേദിയിൽ സംസാരിച്ചത്. കാരണം താൻ പാർട്ടിയെ നയിച്ചത് എങ്ങനെയാണ് എന്ന് ഡി രാജ ആ വേദിയിൽ ആളുകളോട് പറഞ്ഞു. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളോടുള്ള തന്റെ ഒരു ബന്ധം, എങ്ങനെയാണ് ഇന്ത്യ മുന്നണിയിൽ താൻ പ്രവർത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ ഡി രാജ ആ യോഗത്തിൽ പറയുകയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ബീഹാർ, അതോടൊപ്പം തന്നെ അസം, ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് സെക്രട്ടറിയെ മാറ്റുകയാണെങ്കിൽ അത് നൽകുന്ന സന്ദേശം ശരിയായിരിക്കില്ല. അതുകൊണ്ട് നിലവിലത്തെ സെക്രട്ടറി തന്നെ തുടർന്നതായിരിക്കും നല്ലത് എന്നുള്ളൊരു അഭിപ്രായം ഡി രാജ തന്നെ ആ യോഗത്തിൽ പറഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേരള ഘടകം ഉൾപ്പെടെ ആ ഒരു തീരുമാനത്തിൽ നിന്നും അഴിയുകയും ഡി രാജയെ തന്നെ അടുത്ത സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ തന്നെ തുടരാനായിട്ടുള്ള ഒരു സമ്മതം കേരള ഘടകം കൂടി നൽകുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ദേശീയ കൌൺസിലേക്ക് പുതുമുഖങ്ങൾ ആരൊക്കെയാണ് എത്തുന്നത്? ദിവ്യ, 2 ആളുകളായിരിക്കും കൗൺസിലിലേക്ക് എത്തുകയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അതിലൊന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്ന TJ ആഞ്ചലോസ് ആയിരിക്കും എന്നാണ് നിലവിൽ ഇന്നലെ നടന്ന ചർച്ചയിൽ ഒരു തീരുമാനമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കാസർഗോഡ് മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ കൂടി കൗൺസിലിലേക്ക് എത്തുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇതിന്റെ എല്ലാം ഔദ്യോഗിക പ്രഖ്യാപനം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ VS സുനിൽകുമാറിന്റെ പേര് നേരത്തെ കേട്ടിരുന്നു. എന്നാൽ സുനിൽകുമാറിനെ ഇത്തവണയും തഴഞ്ഞിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അത് ദേശീയ നേതൃത്വവുമായി VS സുനിൽകുമാറിനുണ്ട ബന്ധത്തിൽ